അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഉണ്ടല്ലോ, കുറെ പേര് ചോദിച്ച ഒരു വീഡിയോ ആണ്. എൻ്റെ ജ്വല്ലറി കളക്ഷൻ വീഡിയോ. അപ്പോൾ സംഭവം ഞാനിപ്പോൾ ചെന്നൈയിലല്ല, അപ്പോൾ ഇവിടെ ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നിലമേൽ കൊല്ലത്ത് വന്നിരിക്കുകയാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള, അതായത് മിസ്സസ് ഹിറ്റ്ലറിൽ ജ്യോതി യൂസ് ചെയ്യുന്ന ഓർണമെന്റ്സ് മാത്രമേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ഏത് കാണിക്കണം? ഫസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ജിമിക്കി സെക്ഷൻസ് തന്നെ അങ്ങ് കാണിക്കാം അല്ലേ. ഇതാണ് എൻ്റെ മിസ്സസ് ഹിറ്റ്ലറിലെ ജ്യോതി യൂസ് ചെയ്ത ജിമിക്കി സെക്ഷൻസ് കേട്ടോ. സോ ഇതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മലാണ്. ഇത് പക്ഷെ ഞാൻ ഭയങ്കര കുറവേ യൂസ് ചെയ്യാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കാണുന്ന പോലെയല്ല, ഭയങ്കര വെയിറ്റാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അത്രയും അതങ്ങോട്ട് യൂസ് ചെയ്യാറില്ല. ചിലപ്പോൾ കുട്ടി സീൻസ് എന്തെങ്കിലും വരികയാണെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ യൂസ് ചെയ്യാറില്ലേ. ഞാൻ ഈ കമ്മലൊന്ന് അഴിച്ചു വയ്ക്കാം അല്ലേ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഞാൻ വെച്ച് കാണിക്കുമ്പോൾ ആ കമ്മലിൻ്റെ ഭംഗി കാണാൻ പറ്റത്തില്ല, ഇത് എക്സ്ട്രാ കിടക്കുന്നതുകൊണ്ട്. ഈ കമ്മൽ എനിക്ക് ഇഷ്ടപ്പെട്ട കമ്മലാണ്. പിന്നെ ഇത് പിന്നെ കുറേ കളേഴ്സിൽ എനിക്ക് ജിമിക്കയുണ്ട്. അതായത് സ്റ്റോൺസിൽ തന്നെ ഇപ്പം ഇത് വൈറ്റ് സ്റ്റോണിലുള്ള ജിമിക്കയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് മെറൂൺ സ്റ്റോൺ ജിമിക്കി. ഈ ജിമിക്കി ഞാൻ ഈ ഫോട്ടോയിൽ ഇട്ടിട്ടുണ്ടാവും. ഓക്കെ, ആ ചുരിദാറിന് നല്ല സെറ്റ് ആയതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ജിമിക്ക്, സോ അതുകൊണ്ട് ഇട്ടതാണ്. അതൊരു ട്രഡീഷണൽ ടൈപ്പ് ചുരിദാറായിരുന്നല്ലോ. പിന്നെ അതുപോലെ തന്നെ ബ്ലൂ കളറിൽ, ഇത് ബ്ലൂ കളർ സ്റ്റോണിലെ ജിമിക്കയാണേ. ഇതും ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണിത്. ഇതൊരു മൾട്ടി കളർ മുത്തുള്ള ഒരു ജിമിക്കയാണ്. ഇത് എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം പോകും കേട്ടോ. ഇതൊരു ബ്ലാക്ക് മെറ്റൽ ആ ഒരു ടൈപ്പാണ്. സോ ഇതിങ്ങനെ ഒരുപാട് പ്രിന്റ്സ് ഉള്ള വർക്കുള്ള ചുരിദാർ, അല്ലെങ്കിൽ കുർത്തീസ്, അതുപോലെ തന്നെ സാരീസിനാണെങ്കിലും ഇങ്ങനെ പ്രിൻ്റൊക്കെ ഉണ്ടാവത്തില്ല ഒരുപാട്, അതിൽ ഫ്ലോറൽ പ്രിൻ്റൊക്കെ ഉള്ളത്, അതിനൊക്കെ ഇത് നന്നായിട്ട് സ്യൂട്ടാവും. പിന്നെ ഈ ബ്ലാക്ക് മെറ്റലിൻ്റെ തന്നെ വേറൊരെണ്ണം ഉണ്ട്. ഇതൊരു നോർമൽ ബ്ലാക്ക് മെറ്റൽ, നോർമൽ ജിമിക്കി, ഇത്രയേ ഉള്ളൂ. ഇനി ജിമിക്കി സെക്ഷൻ്റെ കൂടെ ഒരു മിറർ വർക്കിൻ്റെ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. ആക്ച്വലി മുകളിൽ എന്തോ പണി അടക്കാട്ടോ, അതാണ് ഈ ടൊപ്പ് 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 എന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. ഇത് ഒരു മിറർ വർക്കാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇയർ റിങ്സ് ആണ്. ഇത് ഭയങ്കര ലോങ് ആയിട്ടുള്ളൊരു ഇയർ റിങ്സ് കൂടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു വൈറ്റ് നെക്ക് എന്ന് പറയാൻ പറ്റില്ല, ക്ലോസ് അല്ലാത്ത ഇതിൻ്റെ കൂടെയൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം ഇത് ഭയങ്കര ലെങ്ത് കൂടുതലുള്ളൊരു ജിമിക്കിയാണ്. ജിമിക്കി അല്ല, ഒരു ഇയർ റിംഗ് ആണ്, മിറർ വർക്കുള്ളത്. ഇതെന്തെങ്കിലും നമ്മൾ മോഡേൺ ആയിട്ട് ഉള്ള കുർത്തീസോ അല്ലെങ്കിൽ മോഡേൺ വെയർസിൻ്റെ ഒക്കെ കൂടെ നന്നായിട്ട് പോകും ഈ ഇയർ റിങ്. പിന്നെ ഇത് സിൽവർ മുത്തിന്റെ ജിമിക്കയാണേ. കണ്ടോ? പിന്നെ ഇതെൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ജിമിക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഇതെന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് അറിയാമോ? ഇതിൻ്റെ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കാലിട്ട് നടക്കുമ്പോൾ ഇങ്ങനെ ശബ്ദം കേൾക്കും, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്.
ഈ അതായത് ഇപ്പൊ കൊലുസിന്റെ ശബ്ദം, ചെലങ്കയുടെ ശബ്ദമാണെങ്കിൽ പിന്നെ പറയണ്ട, അത് ഇഷ്ടമെന്നൊന്നും പറയാൻ പറ്റില്ല, അത് ജീവനാണ്. സോ ഇങ്ങനെ ഇതുപോലെ മണികളൊക്കെ ഉള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ജിമിക്കാണ്. ഇതൊരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഒരു വൈറ്റ് സ്റ്റോണും ഉണ്ട് എൻ്റെ കൂടെ. സോ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണേ. ഈ ജിമിക്ക് ഇത് അവൾ തന്നെ ചെയ്തിട്ട്, അവളുടെ കൈകൊണ്ട് തന്നെ ചെയ്ത് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു ജിമിക്കാണ്. അവിടെ ഞാൻ തമിഴ് സീരിയല് പൊന്മകൾ വന്താൽ എന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സീരിയലില് ശ്വേത എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് എൻ്റെ കൂടെ, എൻ്റെ കോ ആർട്ടിസ്റ്റാണ്, എൻ്റെ ഫ്രണ്ടും കൂടെയാണ്. അവൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു കമ്മലാണിത്. അവള് സ്വന്തമായിട്ട് ചെയ്തു തന്നതാ. ഇത് ആക്ച്വലി എന്താ, അത് ത്രെഡ് വർക്ക് ആണോ, അത് തുണിയാണെന്ന് തോന്നുന്നു. തുണിയാണ്. ഇത് തുണിയാണ്. ഇത് ലക്ഷ്മിയുടെയാണ്, ആന്റിക്കാണ് ഇത് വരുന്നത്. ഇത് ലക്ഷ്മി ജിമിക്കിയാണ്. പിന്നെ അതിന്റെ താഴെ ഒരു പിങ്കും ഗ്രീനും ആയിട്ടുള്ള ടെമ്പിൾ സ്റ്റോൺസ് ഉണ്ട്. സോ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജിമിക്കാണ്. പിന്നെ ഈ കമ്മല് ഞാൻ ദൈവം തന്റെ വീടെന്നും പറഞ്ഞൊരു സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നില്ലേ തമിഴില്, അവിടെ വെച്ചിട്ട് എനിക്ക് സുലക്ഷണാമ്മ ഗിഫ്റ്റ് ചെയ്ത ഒരു കമ്മലാണിത്. ഇതിന്റെ ഒരു നെക്ക് പീസും ഉണ്ടായിരുന്നു. ഞാൻ നെക്ക് പീസ് എടുത്തിട്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇതിന്റെ തന്നെ സെറ്റ് നെക്ക് പീസും ഉണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കൊച്ചു കൊച്ചു ജിമിക്കുകളാണ്. ഇതിന്റെ പല കളറുണ്ട്. റെഡ് ഉണ്ട്, ഇത് റെഡ് സ്റ്റോൺ ആയിട്ടുള്ളത്, ഒരു ഗോൾഡ് ബേസ് വരുന്ന റെഡ് സ്റ്റോൺ ജിമിക്കി. പിന്നെ ഇത് ഗ്രീൻ കളർ സ്റ്റോൺ വരുന്നത്. അങ്ങനെ കുറച്ച് കുട്ടി കുട്ടി ജിമിക്കീസ് ഉണ്ട്. പിന്നെ ഇതൊരു സ്റ്റഡാണ്. ഇത് ലക്ഷ്മിയാണ്, ലക്ഷ്മിയുടെ കമ്മലാണ്. അതിന്റെ താഴെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡ് സ്റ്റോണും ഉണ്ടാവും, റെഡ് അല്ല, ഒരു പിങ്ക് സ്റ്റോണും ഉണ്ടാവും, പിന്നെ ഗ്രീൻ ടെമ്പിൾ സ്റ്റോൺ ഉണ്ടാവും. ഇത് നമ്മളിപ്പോൾ ഹെവി നെക്ക് പീസൊക്കെ ഇടുകയാണെങ്കിൽ, എന്തെങ്കിലും ട്രഡീഷണൽ ഡ്രസ്സ് ഇടുമ്പോൾ, സാരി ആണെങ്കിലും എന്തെങ്കിലും ചുരിദാർ ആണെങ്കിലും നമ്മൾ ഹെവി നെക്ക് പീസ് ഇടുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഈ സ്റ്റഡ് ഇട്ടാൽ ഭയങ്കര രസമായിരിക്കും കാണാൻ വേണ്ടി. കാരണം ചിലവർക്ക് നല്ല വലിയ നെക്ക് ഉണ്ടാവും, ചിലവർക്ക് ചെറിയ ചെറിയ കഴുത്തായിരിക്കും. അപ്പം ഞാനൊക്കെ ചെറിയ കഴുത്തുള്ള കൂട്ടത്തില്ല. അപ്പോൾ ഹെവി നെക്ക് പീസ് ഇട്ടിട്ട് പിന്നെ ഹെവി ഇയറിങ് ഇടുമ്പോൾ കാണുമ്പോൾ ഒരു എന്താ പറയാ, ഒരു വല്ലാത്തൊരു ലുക്ക് വരും. പക്ഷെ നമ്മളിതുപോലെ ചെറിയ സ്റ്റഡ് അതിന്റെ കൂട്ടത്തിൽ ഇടുകയാണെങ്കിൽ അതിനൊരു എലഗന്റ് ലുക്ക് ഉണ്ടാവും. പിന്നെ ഇതും ലക്ഷ്മിയുടെ തന്നെയാണ്. ഇതും ആന്റിക്കിന്റെ ഒരു ടൈപ്പാണ്. ഇത് താഴെ പേൾ വന്നിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലക്ഷ്മിയുടെ കമ്മലാണിത്. ഇതും അതുപോലെ തന്നെ നമ്മളൊരു നെക്ക് പീസ് ടൈറ്റ് ആയിട്ട് ഇവിടെ ചോക്കർ പോലെ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഇതുപോലൊരു സ്റ്റഡ് യൂസ് ചെയ്താൽ ഭയങ്കര രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ മിസ്സസ് സെറ്റിലറിൽ ഞാൻ കുറച്ച് നാൾ മുൻപ് ചെയ്തൊരു മെഹന്തി സീൻ ഉണ്ടായിരുന്നില്ലേ, മെഹന്തി ആ ഒരു സീനിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത് ഈ കമ്മലായിരുന്നു, മെഹന്തി ഫംഗ്ഷൻ സീനിന്. പിന്നെ വേറെ കുറേ ഉണ്ട്. ഒരു സിൽവർ ജിമിക്ക്, ഒരു സിൽവർ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സിൽവർ ജിമിക്ക്. ഇത് എന്തെങ്കിലും ഒരു സിൽവർ വർക്കുള്ള ഒരു സാരിയുടെ കൂടെയോ അല്ലെങ്കിൽ ടോപ്പിന്റെ കൂടെയോ ഒക്കെ പോകും. എനിക്ക് ലക്ഷ്മിയുടെ കളക്ഷൻസ് കുറേ ഉണ്ട് കേട്ടോ, അതുപോലെയുള്ള ഒരു കളക്ഷനാണിതും. ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു പിങ്ക് ബീഡ്സ് അല്ല പിങ്ക് ടെമ്പിൾ സ്റ്റോണോ പിങ്ക് ആൻഡ് ഗോൾഡ് സ്റ്റോൺസ് ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ളൊരു ലക്ഷ്മിയുടെ കമ്മൽ. പിന്നെ വേറൊരു ജിമിക്ക്, ഇതും ഒരു ബ്ലാക്ക് മെറ്റലാണ്. ഇതും ബ്ലാക്ക് മെറ്റൽ തന്നെയാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജിമിക്കയാണ്. ഇത് പക്ഷെ ഞാൻ അധികം ഇത് യൂസ് ചെയ്യാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്ന പോലെ അല്ല, ഭയങ്കര വെയിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. എന്നാലും ചെറിയ സീൻസ് വരുന്ന അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്.
അല്ലെങ്കിൽ ഫുൾ ടൈം ഇതിങ്ങനെ തൂക്കിക്കൊണ്ട് നടക്കുമ്പോഴത്തേനും കാത് ഭയങ്കരമായിട്ട് വേദനിക്കും. സോ അതാണ് ഈ ജിമിക്കി. ഇതൊരു മയിലിൻ്റെ ഒക്കെ ഡിസൈനാണ്. മുകളിൽ താഴെ ഒരു താമരയുടെ ഡിസൈനും വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ജിമിക്കി സെക്ഷൻ ഓവർ. ഇത്രയല്ലേ ഉള്ളൂ. അയ്യോ അല്ല കേട്ടോ, വേറെ 1-2 ഉണ്ട്. ഇത് ഹാഫ് ജിമിക്കിയെ, ഇതൊരു ഗ്രീൻ കളർ സ്റ്റോൺ വരുന്നതാണ്. ഇത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. സോ ഒരു ഹാഫ് റൗണ്ട് വരുന്ന ഒരു ജിമിക്കിയാണ്. ഇതും ഒരു ഗ്രീൻ കളർ ഡ്രസ്സിൻ്റെ ഒപ്പോ അല്ലെങ്കിൽ ഇപ്പോൾ ഫുൾ റെഡ് കളർ ചുരിദാറിൻ്റെ ഒക്കെ ഒപ്പം ഇത് ഇടാൻ കേട്ടോ, നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ സെറ്റ്സ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. ഇത് കണ്ട ഓർമ്മ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് പറയണേ. ഇത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇത് ഞാൻ മിസ്സസ് ഹിറ്റ്ലറിൽ എൻഗേജ്മെന്റ് സീനിന് വേണ്ടി, അതായത് റിംഗ് എക്സ്ചേഞ്ച്, ആ ഒരു റിംഗ് എക്സ്ചേഞ്ച് സീക്വൻസിൽ ഞാൻ ഇട്ട സെറ്റാണിത്. ഇതും പിന്നെ ഇത് നെക്ക് പീസായിട്ട് യൂസ് ചെയ്തതാണ്. പിന്നെ ഇത് കമ്മല്, ഇത് അതിൻ്റെ സെറ്റ് കമ്മല്. പിന്നെ അതിൻ്റെ സെറ്റ് തന്നെ ഒരു നെറ്റിച്ചുട്ടി, ഇച്ചിരി ഹെവി നെറ്റിച്ചുട്ടിയാണേ. പിന്നെ അതിന് തന്നെ സിമ്പിളായിട്ട് നെറ്റിച്ചുട്ടി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നല്ലത് അതായിട്ട് തോന്നി. ഇതും അതിൻ്റെ സെറ്റ് നെറ്റിച്ചുട്ടിയാണ്. പിന്നെ മോതിരം, പിന്നെ അതിൻ്റെ തന്നെ മൂക്കുത്തി, അതിന് വേണ്ടി ഇട്ട മൂക്കുത്തിയാണ്. ഇത് കൊച്ചു കൊച്ചു സ്റ്റോണായിട്ട് ഉണ്ടോ, കൊച്ചു സ്റ്റോണായിട്ട് ഒരു ഫുള്ള് ഇങ്ങനെ കവർ ചെയ്യുന്നൊരു നോസ് റിങ് ആണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടൊരു മോതിരാണ് ഞാനത്. സോ അതാണ് ഈ സെറ്റ്. സോ ഈ സെറ്റാണ് ഞാൻ ഈ ഫോട്ടോയിൽ ഇട്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതിപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ ഓണമൊക്കെ വന്നു അല്ലേ. അപ്പോൾ ഓണത്തിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്പെഷ്യൽ എപ്പിസോഡിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട ഒരു സെറ്റാണിത്. ഇതെന്താണ് ഈ സഞ്ചിക്കകത്തെന്ന് തോന്നൂല്ല. ഇത് കുപ്പിവളകളാണേ. അതായത് നമ്മളിപ്പോൾ കുപ്പിവളയുടെ സെക്ഷൻ എനിക്ക് വേറൊരു ബോക്സ് ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ലൊക്കേഷനിൽ ആവശ്യമുള്ള കുപ്പിവളകൾ മാത്രം കൊണ്ടുപോകുമ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു കിറ്റിലാക്കിയിട്ട് കൊണ്ടുപോകാറുള്ളൂ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനത്തെ ശബ്ദങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് കുപ്പിവളകളോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. ഇത് അപ്പം ഞാനിങ്ങനെ പൊതിഞ്ഞു കൊണ്ടുപോകാറുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബോക്സിലിട്ടാൽ ഇങ്ങോട്ടൊക്കെ ആയിട്ട് ചിലപ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ബോക്സിലൊരു സഞ്ചിക്കകത്താക്കിയിട്ട് ഒരു കിറ്റിനകത്താക്കിയിട്ട് ഇങ്ങനെ വെക്കും. ഇത് ഞാൻ ഓണത്തിൻ്റെ ഫംഗ്ഷന്, അതായത് ഇവിടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിന് ഇട്ട വളകളാണ്. ഇത് പിന്നെ ഇത് മിക്സ് ചെയ്തിട്ട് രണ്ടറ്റത്തും ഇതുപോലത്തെ വള ഇട്ടിട്ടുണ്ട്. സോ ഇതിൻ്റെ മാലയും കമ്മൽ എന്താന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. ഫസ്റ്റ് തന്നെ നമ്മൾ വളയിലേക്ക് പോയി. സോ സെറ്റ് സാരിയുടെ കൂടെ ഇട്ടിരുന്ന മാല ഇതാണ്. ഇതൊരു മാറ്റ് ഫിനിഷ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ സ്റ്റോൺ വരുന്നുണ്ട്. സോ ഇതൊരൊറ്ററിന് ഇട്ടാൽ മതി, നല്ല ഭംഗിയായിരിക്കും കാണാൻ. സെറ്റ് സാരിയുടെ ഒക്കെ ഒപ്പം നല്ലതായിട്ട് സ്യൂട്ടാവും. എന്തെങ്കിലും സെറ്റ് സാരിയിൽ പ്രിന്റ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാനിത് അവിടെ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഇതിൻ്റെ സെറ്റ് എടുക്കാൻ വിട്ടുപോയി. സെറ്റ് കമ്മലെടുക്കാൻ ഞാൻ വിട്ടുപോയേ. കമ്മലെടുക്കാൻ വിട്ടുപോയപ്പോൾ പിന്നെ മാൻവിയുടെ അമ്മയാണ് എനിക്ക് ഈ ജിമിക്കി തന്നത്. ഇതാ
അതിൻ്റെ ഒപ്പമുള്ള സെറ്റ് ജിമിക്ക് എനിക്ക് തന്നത് അവൾ സെലക്ട് ചെയ്ത് തന്ന കേട്ടോ പാവം. അതുപോലെ തന്നെ മാറ്റ് നോക്കിയിട്ട് എന്താ പറയുക, കുറേ ബോക്സൊക്കെ തപ്പി കിട്ടിയതാണ്. അതുപോലെ തന്നെ അവളുടെ അമ്മയുണ്ടല്ലോ എനിക്ക് ഇങ്ങനെ ഇതില് മോളെ അതില് പിങ്കും ഗ്രീനും കല്ലല്ലേ, അപ്പൊ ആ കല്ല് തന്നെ ഉണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് തപ്പിപ്പിടിച്ചെടുത്ത് തന്നതാ. ഭയങ്കര സ്വീറ്റാട്ടോ. മാൻവിയും സ്വീറ്റാണ്, എന്നാലും മാൻവിയുടെ അമ്മ കുറച്ചും കൂടെ സ്വീറ്റാ. ഞാൻ കുറച്ചും കൂടെ അറ്റാച്ച്ഡ് എന്ന് പറയാനായിട്ട് മാൻവി ആണോ അമ്മയടുത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാൻവിയുടെ അമ്മയടുത്താണ് ഞാൻ കുറച്ചും കൂടെ അറ്റാച്ച്ഡ്. സോ ഇത് മാൻവി എനിക്ക് തന്ന കമ്മല്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു സാരിയുടെ സൈഡിൽ ഞാൻ ഇവിടെ കുത്താൻ വേണ്ടി ഒരു ബ്രൗച്ച് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണിത്. സോ ഇതാണ് ആ ബ്രൗച്ച്. സോ ഈ ഒരു സെറ്റാണ് ഞാൻ ഈ ഫോട്ടോയിൽ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ എൻ്റെ കുപ്പിവലയുടെ സെക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ അത്. എൻ്റെ കുപ്പിവലയുടെ ബോക്സ്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ കളറും ഉണ്ട്. ഗ്രീൻ ഉണ്ട്, അതിൽ വൈറ്റ് ഗ്രീന് റെഡ് കണ്ടായിരുന്നില്ലേ, അല്ല മെറൂൺ അല്ലേ, വൈറ്റ് ഗ്രീൻ മെറൂൺ അതിലുണ്ടായിരുന്നു. ഇതിൽ ഓറഞ്ച്, റെഡ്, ഫ്ലോറസൻ ഗ്രീൻ, പീകോക്ക് ബ്ലൂ, പിന്നെ എന്തൊക്കെ കളറാ, പിങ്ക്, മെറൂൺ, ബ്ലാക്ക്, ബ്ലൂ, അത്രയേ ഉള്ളൂ തോന്നുന്നു കേട്ടോ. എല്ലാം ഓരോ ഡസൻ അങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഓർണമെന്റ് ബോക്സ്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ശബ്ദം വലിയ ഇഷ്ടമാണ്. ഇത് ഞാൻ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിടും. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഇത് ഞാൻ മിസ്സസ് ഹിറ്റ്ലർ ജ്യോതിക്ക് വേണ്ടി മാത്രം വാങ്ങിച്ച കുറേ ഇയർ റിങ്സ് ആണ്. ഞാനിതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ജ്യോതി ആക്ച്വലി ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചെയിനും പിന്നെ വലിയ വലിയ ഇയർ റിങ്സും ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ വലിയ വലിയ ഇയർ റിങ്സ് മാത്രമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബോക്സാണിത്. ഇത് ഞാനിങ്ങനെ ഓരോ ഇതായിട്ട് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഇതുപോലെ ഓരോ കിറ്റായിട്ട് ഞാനിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഓരോന്നെടുത്ത് കാണിക്കാം കേട്ടോ. ഇതൊരു ബ്ലാക്ക് മെറ്റലിൻ്റെ ആണ്. ബ്ലാക്ക് മെറ്റലിൻ്റെ ഒരു മൾട്ടി കളറിൽ വരുന്ന ഒരു ഇതാണ്. മൾട്ടി കളറിൽ വരുന്ന ഒരു മയിലിൻ്റെ ഒരു ഡിസൈനാണ് വരുന്നത്. ഇത് അത്യാവശ്യം കുറച്ച് വലുതാണ്. ഇത് അത്യാവശ്യം വലുതാണെങ്കിലും അങ്ങനെ അധികം വെയിറ്റ് ഒന്നും തോന്നില്ല കേട്ടോ. നമ്മൾക്ക് ഭയങ്കര വലിയ വെയിറ്റ് ഒന്നുമില്ല. കാണുമ്പോൾ വിചാരിക്കുന്ന ഭയങ്കര വെയിറ്റ് ആണ്, പക്ഷെ തീരെ വെയിറ്റ് ഇല്ല, വെയിറ്റ്ലെസ് ആണ്. പിന്നെ ഈ എടുത്തപ്പോൾ ഒരു സ്റ്റോൺ പോയി, കാണുന്നുണ്ടോ? ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അയ്യോ, പിന്നൊട്ടിച്ചേക്കാം. ഇതൊരു ഓറഞ്ച് കളർ. ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല, വാങ്ങിച്ചങ്ങനെ വെച്ചിരിക്കുക. ഒരു നല്ല ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും വരുമ്പോൾ യൂസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. സോ ഇതൊരു ഓറഞ്ച് കളർ ഡ്രസ്സിൻ്റെ ഒക്കെ ഒപ്പം നന്നായിട്ട് പോകും അല്ലേ.
സോ അടുത്തത് ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ഞാനൊരു പിങ്ക് കളർ ചുരിദാറിൻ്റെ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ഇയറിങ്. ഈ ഇയറിംഗ് ആണ് ഞാൻ ഈ ഫോട്ടോയിൽ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇത് കാണുമ്പോൾ ഭയങ്കര വെയിറ്റ് തോന്നിക്കും അല്ലേ കാണുമ്പോൾ, പക്ഷെ തീരെ വെയിറ്റ് ഇല്ല കേട്ടോ, അത് ഭയങ്കര വെയിറ്റ്ലെസ്സാ. പിന്നെ അടുത്തത് ഇതൊരു ലോങ് ചെയിൻ ആണ്, ലോങ് ഇയറിംഗ് ആണ്, ലോങ് ഇയറിംഗ് ആണ്. ഒരു ഇത്രയൊക്കെ ലെങ്ത് വരും, ലോങ് ഇയറിംഗ് ആണ്. പക്ഷെ കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും. ഇതൊരു പിങ്ക് ബീഡ്സ് ആണ്, ഒരു ബേബി പിങ്ക് ബീഡ്സ് ആണ് താഴെ വരുന്നത്. പിന്നെ മുകളിലൊരു വൈറ്റ് സ്റ്റോൺസും. എനിക്കിതിഷ്ടായി. പിന്നെ ഈ അടുത്തത് ഇതൊരു ബ്ലൂ, ഹാപ്പി ബ്ലൂ. ഇതിലും മിറർ വർക്കാണ്. ഇത് നൂലാണ്, ഹാപ്പി ബ്ലൂ നൂലാണിത്. ഞാൻ കൂടുതലും വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഇയറിങ്സ് ഞാൻ കൂടുതൽ സെലക്ട് ചെയ്യാം കേട്ടോ. കാരണം ഷൂട്ടിനൊക്കെ ആകുമ്പോൾ നമ്മൾ കുറേ നേരം ഇത് ഇട്ടിക്കേണ്ടി വരും. അപ്പോൾ കാത് തൂങ്ങാൻ പാടില്ല, കാത് വേദനിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് കാണുമ്പോൾ വലുതായി തോന്നാൻ വേണം, എന്നോട്ട് നമ്മൾക്ക് അതൊരു ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യാൻ പാടില്ല, പെയിൻ ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂടുതലും വെയ്റ്റ്ലെസ് ആയിട്ടുള്ളത് എടുക്കാറുള്ളൂ കേട്ടോ. ഇനി അതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ആണ്. അതിൻ്റെ തന്നെ പിങ്ക്, അതുപോലെ തന്നെ മിറർ വർക്കാണ്, മിറർ വർക്കാണ്, പിങ്ക് നൂലാണ്. ഇത് യെല്ലോ, നമ്മളെ യെല്ലോ കുർത്തിയുടെ ഒക്കെ കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് ജിമിക്കയാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അടിയിൽ ഒരു കുഞ്ഞ് ജിമിക്കയുണ്ട് കണ്ടോ. ജിമിക്കയാണോന്ന് വെച്ചാൽ ജിമിക്കയാണ്, എന്നാൽ നമ്മൾക്ക് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ ഒക്കെ ഒപ്പം പോവുകയും ചെയ്യും. മിറർ വർക്കും ഉണ്ട്, യെല്ലോ ബീഡ്സ് ഉണ്ട് താഴെ. പിന്നെ ഇത് ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലുള്ള ഒരു ബീഡ്സ് കോമ്പിനേഷനിലുള്ള ഒരു കമ്മലാണ്. ഇത് ആൻറ്റിക് ആണോ ഇത് എനിക്കറിയില്ല, പക്ഷെ ഒരു പ്രത്യേക കളറാണ്. ഇതും എനിക്കൊരു ആർട്ടിസ്റ്റ് ഗിഫ്റ്റ് ചെയ്തതാണ്. അവിടെ പൊന്മകൾ വന്ന ലൊക്കേഷനിൽ തന്നെ അർച്ചന എന്ന് പറഞ്ഞൊരു കോ ആർട്ടിസ്റ്റ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു ഇയറിംഗ് ആണിത്. സോ ഈ ഇയറിംഗ് ആണ് ഞാൻ ഈ ഫോട്ടോയിൽ ഇട്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതും എനിക്ക് അതുപോലെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇയറിംഗ് ആണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതും വെയ്റ്റ്ലെസ് ആണ്. കാണുമ്പോൾ വിചാരിക്കും അങ്ങ് ഇത്രയും ലെങ്ത് ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര വെയിറ്റ് ആയിരിക്കും എന്നൊക്കെ തോന്നും. പക്ഷെ കാണുമ്പോൾ അതൊരു ഭയങ്കര ഒരു ആൻറ്റിക് ലുക്കാണ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ തീരെ വെയിറ്റ് ഇല്ലാത്ത ഒരു ഇയറിംഗ് ആണ് കേട്ടോ അത്. എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു ഇയറിംഗ് ഇതാന്ന് തോന്നുന്നുണ്ട്, അത്രയ്ക്ക് വെയിറ്റ് കുറവാണ്. സോ ഈ ഇയറിംഗ് ആണ് ഞാൻ ഈ ഫോട്ടോയിൽ ഇട്ടിരിക്കുന്നത്. ഇനി അടുത്തത് അതിൻ്റെ തന്നെ വേറൊരു വകഭേദം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മൾ സെറ്റായിട്ടൊക്കെ ഇടാൻ നല്ലതാണ്. ഇതൊരു ഗ്രീൻ ബീഡ്സും അതുപോലെ തന്നെ ഗ്രീൻ പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ലോക്കറ്റും ഉണ്ട്. ഇതാണ് ആ ലോക്കറ്റ്. സോ ഇത് ഒന്നിച്ചിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഇനി ഏതെങ്കിലും ഒരു ഗ്രീൻ കളർ കുർത്തിയുടെ ഒപ്പോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ഒക്കെ ഒപ്പോ ഇടണം. ഓ പൊട്ടി,
ആ ഓക്കെ, ഇട്ടു ഇട്ടു ഇട്ടു. ഞാൻ വിളിച്ച ദൈവമേ, ഇതുവരെ ഞാൻ യൂസ് ചെയ്ത പോലും ഇല്ലല്ലോ, അതിൻ്റെ ഉള്ളിൽ പൊട്ടിപ്പോയോന്ന്. കൊള്ളാം. ഇട്ടു കേട്ടോ. പിന്നെ അടുത്തത് ഇത് ഞാൻ അതുപോലെ കുറേ യൂസ് ചെയ്തിട്ടുള്ളൊരു കമ്മലാണ് ഈ നമ്മുടെ സീരിയലിൽ തന്നെ. ഇത് ചുരിദാറിൻ്റെ കൂടെയും കുർത്തിയുടെ ഒപ്പവും അതുപോലെ തന്നെ മോഡേൺ വെയർസിൻ്റെ ഒക്കെ ഒപ്പം സൂപ്പറായിട്ട് പോകും കേട്ടോ. അതുപോലെ ഒരു ഇയറിംഗ് ആണിത്. ഫുൾ സ്റ്റോൺസ് ആണ്, റെഡ് സ്റ്റോൺസ് ആണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇയറിംഗ് ആണിത്. ഇത് ഭയങ്കര വെയിറ്റ് ഉണ്ട് കേട്ടോ. അത് കാണുന്ന പോലെയല്ല, ആള് ഭയങ്കര കുഞ്ഞനാണെങ്കിലും നല്ല വെയിറ്റാ. അപ്പൊ എന്നാലും എനിക്കിത് ഇടാണ്ടിരിക്കാൻ തോന്നത്തില്ല. കാണുമ്പോൾ സെറ്റാണ്. ഇത് എല്ലാത്തിൻ്റെയും കൂടെ അങ്ങ് പോകുന്നത് കൊണ്ടേ പിന്നെ നല്ല ഭംഗിയുമാണ് നമ്മൾ ഫ്രെയിമിലിട്ട് നിൽക്കുമ്പോൾ. സോ അതുകൊണ്ട് ഞാനിത് മിക്കപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. സീരിയൽ കാണുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിലും മനസ്സിലാവും, ഈ ഇയറിംഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്ര യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു കമ്മലാണ്. കണ്ടപ്പോൾ തന്നെ എനിക്കൊരു പ്രത്യേകത തോന്നി കേട്ടോ. ഇത് നോക്കി, ഇങ്ങനെ കാണിച്ചതിന് മനസ്സിലാവുമോ എന്നറിയത്തില്ല. ഇതിങ്ങനെ ഇങ്ങനെ 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 കിടക്കും. ഉണ്ടോ? സിമ്പിളാണെങ്കിലും ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ. ഇതിങ്ങനെ ഇങ്ങനെ 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 കിടക്കും. ഉണ്ടോ? സിമ്പിളാണെങ്കിലും ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ. ഇത് ആക്ച്വലി ഇടുമ്പോൾ ഉണ്ടല്ലോ, മുടി ഇങ്ങനെ നമ്മൾ കെട്ടി വെച്ചിട്ട് വേണം ഇത് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ എന്താ ഉണ്ടാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ഇടയിൽ കൂടെ ഇത് കാണാൻ പറ്റത്തില്ല. അത്രയ്ക്ക് സിമ്പിൾ വർക്കാണിത്. പക്ഷെ എന്നാലും നല്ല ഭംഗിയുള്ള വർക്കുമാണ്. ഇതൊരു ഗ്രീൻ കളർ ഡ്രസ്സിൻ്റെ ഒക്കെ ഒപ്പം പോകും. പിന്നെ നേരത്തെ കാണിച്ച ഒരു ഇയറിങ്ങിൻ്റെ ഒരു വകഭേദമാണ് ഇത്. സെയിം അതുപോലെ തന്നെയാണ്. മിറർ വർക്ക് അല്ല, അല്ലാണ്ടുള്ള മൾട്ടി കളർ ത്രെഡ് വർക്കുള്ള ഒരു കമ്മലാണ്. ഇത് ഈ ഡ്രസ്സിൻ്റെ ഒപ്പം പോകുന്നു, കാണിച്ചു തരാം കേട്ടോ. മൾട്ടി കളർ ആയതുകൊണ്ട് ഒരു മൾട്ടി കളർ ത്രെഡ് വർക്കാണ്. അതുപോലെ തന്നെ കാണുമ്പോൾ ഒരു ആൻറ്റിക് ലുക്കും കിട്ടും. സോ പിന്നെ ഇതൊരു പേസ്റ്റൽ ഷെയ്ഡാണ് ഇയറിങ്. ഇത് നമ്മളെന്തെങ്കിലും ഇതൊരു സീ ബ്ലൂ ആണെന്ന് തോന്നുന്നു. സീ ബ്ലൂ ആണ്. ഇത് നമ്മൾ എന്തെങ്കിലും ഒരു കുർത്തി അതുപോലെ തന്നെ മോഡേൺ ആയിട്ട് എന്തെങ്കിലും ഒരു ഗൗണ്, ഒരു ഫ്രോക്കൊക്കെ ഇടുകയാണെങ്കിൽ അതിൻ്റെ പോകും. പിന്നെ അടുത്തത് ഇതൊരു ലോങ് ചെയിൻ ആണ്, ലോങ് ഇയറിംഗ് ആണ്. ഒരു ഇത്രയൊക്കെ ലെങ്ത് വരും. ലോങ് ഇയറിംഗ് ആണ്, പക്ഷെ കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും. ഇതൊരു പിങ്ക് ബീഡ്സ് ആണ്, ഒരു ബേബി പിങ്ക് ബീഡ്സ് ആണ് താഴെ വരുന്നത്. പിന്നെ മുകളിലൊരു വൈറ്റ് സ്റ്റോൺസും. എനിക്കിതിഷ്ടായി. പിന്നെ ഈ അടുത്തത് ഇതൊരു ബ്ലൂ, ഹാപ്പി ബ്ലൂ. ഇതിലും മിറർ വർക്കാണ്. ഇത് നൂലാണ്, ഹാപ്പി ബ്ലൂ നൂലാണിത്. ഞാൻ കൂടുതലും വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഇയറിങ്സ് ഞാൻ കൂടുതൽ സെലക്ട് ചെയ്യാം കേട്ടോ. കാരണം ഷൂട്ടിനൊക്കെ ആകുമ്പോൾ നമ്മൾ കുറേ നേരം ഇത് ഇട്ട് വെക്കേണ്ടി വരും. അപ്പോൾ കാത് തൂങ്ങാൻ പാടില്ല, കാത് വേദനിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് കാണുമ്പോൾ വലുതായി തോന്നാൻ വേണം, എന്നൊട്ട് നമ്മൾക്ക് അതൊരു ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യാൻ പാടില്ല, പെയിൻ ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂടുതലും വെയ്റ്റ്ലെസ് ആയിട്ടുള്ളത് എടുക്കാറുള്ളൂ കേട്ടോ. ഇനി അതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ആണ്.
അതിൻ്റെ തന്നെ പിങ്ക്, അതുപോലെ തന്നെ മിറർ വർക്കാണ്. പിങ്ക് നൂലാണ്. ഇത് യെല്ലോ, നമ്മളെ യെല്ലോ കുർത്തിയുടെ ഒക്കെ കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് ജിമിക്കാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അടിയിൽ ഒരു കുഞ്ഞ് ജിമിക്കുണ്ട് കണ്ടോ. ജിമിക്കാണോന്ന് വെച്ചാൽ ജിമിക്കാണ്, എന്നാൽ നമ്മൾക്ക് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ ഒക്കെ ഒപ്പം പോവുകയും ചെയ്യും. മിറർ വർക്കും ഉണ്ട്, യെല്ലോ ബീഡ്സ് ഉണ്ട് താഴെ. ബ്ലാക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ്. ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതിൻ്റെ ഒരു ഷെയ്ഡാണിത്. ഇത് ത്രെഡ് വർക്കാണ്. ഇവിടെ മൊത്തം ഇത് കാണുമ്പോൾ സ്റ്റോൺ ആയിട്ട് തോന്നും, പക്ഷെ സ്റ്റോൺ അല്ല കേട്ടോ, ഇത് പെയിൻറ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ പെയിൻറ് ചെയ്തിരിക്കുക. സോ അതാണ് ഈ കമ്മല്. പിന്നെ അടുത്തത് ബ്ലാക്കിൻ്റെ തന്നെ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കോമ്പിനേഷൻ പോലെ ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷൻ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അതൊരു ശംഖിൻ്റെ ഒരു ഡിസൈൻ വരുന്നതുകൊണ്ട് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒരു ഭംഗി തോന്നി കണ്ടപ്പോൾ. അടുത്തൊരു സിമ്പിൾ, അതിന് പ്രത്യേകതയൊന്നും പറയാനില്ല. ഒരു വൈറ്റ് ആൻഡ് ഗോൾഡ് സ്റ്റോൺസ് വന്നിട്ട് താഴെ ഒരു ഇങ്ങനെ ഡ്യൂ ഡ്രോപ്പ് പോലെ അല്ലെങ്കിൽ റെയിൻ ഡ്രോപ്പ് പോലെ ഇതൊരു വെൽവെറ്റ് ആണ്. പിങ്ക് കളർ ബീറ്റ്. ഇതിങ്ങനെ കുറേ പൂക്കളുള്ളൊരു കമ്മലാണ്. ഇങ്ങനെ കുറേ പൂക്കളുണ്ട്. നോർമലായിട്ടുള്ളൊരു ഇതാണ്, അങ്ങനെ ഭയങ്കര സംഭവം ഒന്നും പറയാനില്ല. പക്ഷെ ഇട്ട് കഴിയുമ്പോൾ ഒരു രസം ഉണ്ടാവും കേട്ടോ. ഇത് എൻ്റെ അമ്മോ, ഇത് ഇച്ചിരി വലിയ ഇയറിങ്സിൻ്റെ സെക്ഷനാണിത് കേട്ടോ. അതായത് കുറച്ച് നീളം കൂടുതലുള്ള ഇയറിങ്ങിൻ്റെ സെക്ഷനാണിത്. ഇത് ബ്ലാക്ക് മെറ്റൽ ആയിരിക്കും. ഇതും മിറർ വർക്കാണ്. ഇത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇതിങ്ങനെ കിലുങ്ങും കണ്ടോ. താഴെ നിറച്ച് മണികളാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചു, പക്ഷെ ഞാൻ ഇട്ടില്ല കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചതെന്ന് തോന്നുന്നു. ഇത് രണ്ടും ഇതും ഓൺലൈനിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷെ ഞാൻ ഒരെണ്ണം ഇട്ടു, ഒരെണ്ണം ഇടാൻ പറ്റിയിട്ടില്ല. കാരണം ഇതിന് ഭയങ്കര നീളം കൂടിപ്പോയി ഒരെണ്ണം വാങ്ങിച്ചപ്പോൾ. ഇത് കെട്ട് പിണഞ്ഞ് കിടക്കാണല്ലോ. പോരട്ടെ. ഇത് ഭയങ്കര നീളം കൂടിപ്പോയി, അതുകൊണ്ട് ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല. കാണിച്ചു തരാം കേട്ടോ. ഇത് എവിടം വരെ വന്ന് കിടക്കുന്നറിയോ ബുക്ക്. അതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ യൂസ് ചെയ്തിട്ടില്ല. ഇതിങ്ങനെ വെച്ചേക്കുവാ. ഞാൻ ഇതിൻ്റെ നീട്ടം ഒന്ന് കുറച്ചിട്ടിടണം എന്ന് വിചാരിച്ചിരിക്കുക. എന്തെങ്കിലും ചെയ്തിട്ടൊന്ന് കുറയ്ക്കണം. കണ്ടോ, ഈ ജിമ്മിക്ക് കുറച്ചൊന്ന് ഇത്രയും നീളം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇട്ടേനെ. ഭയങ്കര നീളം കൂടിപ്പോയി. പിന്നെ ഈ കമ്മല് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കമ്മലാണ്. ഇത് ഞാനൊരു ബ്ലാക്ക് ചുരിദാറിൻ്റെ ഒക്കെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ ബ്ലാക്ക് ബീഡ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് തുണിയാണ്. ഇവിടെ ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ തുണിയാണ്. ബ്ലാക്ക് ബീഡ്സും ബ്ലാക്ക് സ്റ്റോൺസും ബ്ലാക്ക് സ്റ്റോൺസ് വരുന്നുണ്ട്. ബ്ലാക്ക് സ്റ്റോൺസും അതുപോലെ തന്നെ ബ്ലാക്ക് ബീഡ്സും വന്നിട്ടുള്ളൊരു കാണുമ്പോൾ ഒരു ആൻറ്റിക് ലുക്ക് തോന്നുന്ന ഒരു ഇയറിംഗ് ആണ്. ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇയറിംഗ് ആണ്. പിന്നെ ഇത് എനിക്ക്
ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കമ്മലാണ്. അതായത് ഇതിങ്ങനെയാണ് വരിക. ഇതിന് സ്റ്റഡോ അങ്ങനെ ഒന്നുമില്ല. ബാക്കിൽ കണ്ടോ ഇങ്ങനെ വരും. സ്റ്റഡ് അങ്ങനെ ഒന്നുമില്ല. ഇതിങ്ങനെ നേരെ ത്രെഡ് പോലെ ഇങ്ങനെ ഒരു നൂല് പോലെ ഒരു ചെയിൻ വന്നിട്ട് താഴെ ബീഡ്സും പിന്നെ ത്രെഡ് വർക്കുമാണ്. സോ ഇത് അതുപോലെ തന്നെ മോഡേൺ വെയറിൻ്റെ ഒപ്പവും അതുപോലെ തന്നെ കുർത്തിയുടെ ഒപ്പവും ഇത് നല്ല രസമായിരിക്കും. ഇതിങ്ങനെ ലോങ് ആയിട്ട് വരുന്ന ഒരു സിൽവർ കളർ ഇയറിംഗ് ആണ്. ഇത് സെൻറ്ററിൽ സിൽവർ സ്റ്റോൺസും സൈഡിലൊരു സിൽവറിൻ്റെ ചെയിനും ആണുള്ളത്. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇയറിംഗ് ആണ്. ഇതൊരു പേസ്റ്റൽ ഷെയ്ഡാണ്. എനിക്ക് പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ എനിക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുൻപൊക്കെ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ പട്ടാക്ക പിങ്ക്, അതുപോലെ തന്നെ ഹാപ്പി ബ്ലൂ, പിന്നെ ഇത് റാണി പിങ്ക്, ഈ കളേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫ്ലോറസൻ ഗ്രീൻ അങ്ങനത്തെ കളേഴ്സൊക്കെ. പക്ഷെ ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഭംഗിയുണ്ട് അത് ഇട്ട് കഴിയുമ്പോൾ. ഇത് അതുപോലെ തന്നെ ഒരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡാണ്. ഇവിടെ വരുന്നത് അതുപോലെ തന്നെ ഒരു സ്റ്റോണാണ് സ്റ്റഡായിട്ട് വരുന്നത്. അതിൻ്റെ താഴെ ഒരു പൂവും അതിൻ്റെ മുകളിലൊരു സിൽവർ സ്റ്റോൺ വെച്ചിട്ട് വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ താഴെ അതിൻ്റെ തന്നെ ഷെയ്ഡിലുള്ള കുറച്ച് ചെയിൻസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഗൗണിൻ്റെ ഒപ്പം യൂസ് ചെയ്യുന്ന ഇയറിംഗ് ആണേ. ഇത് ഭയങ്കര വെയ്റ്റ്ലെസ് ആണ് കേട്ടോ. കാണുമ്പോൾ എങ്ങനെ തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാണുമ്പോഴും വെയ്റ്റ്ലെസ് ആയിട്ട് തന്നെ തോന്നുന്നുള്ളൂ അല്ലേ. ഇതിന് നോർമൽ ആയിട്ടുള്ളൊരു ലോങ് ആയിട്ടുള്ളൊരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു ഇയറിംഗ്. പിന്നെ ഇത് ഇഷ്ടമുള്ളൊരു ഇയറിംഗ് ആണ്. ഇത് ആക്ച്വലി കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നണമെങ്കിലും ഇട്ട് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അതായത് ഒരെണ്ണം ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇതാണ് ആ ഇയറിംഗ്. ഇതൊരു റെഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലോറൽ പ്രിന്റിൻ്റെ ഒക്കെ കൂടെ ആയിട്ട് സൂപ്പറായിട്ട് പോകും. ഇതും അതുപോലെ തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു റിംഗ് ആണ്. ഇതിൽ വൈറ്റ് സ്റ്റോൺസും ഗോൾഡ് ബേസ് വരുന്ന വൈറ്റ് സ്റ്റോൺസ് വരുന്ന ഒരു റിംഗ് ആണ്. ഞാൻ റിങ്സ് വളരെ കുറവേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. എന്തോ എനിക്കൊരു തോന്നല എനിക്കത് ചേരത്തില്ല. അതുകൊണ്ട് റിങ്സ് ഞാൻ മാക്സിമം അത് എടുക്കാറില്ല. എന്തോ അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി അങ്ങ് എടുത്തതാ. പിന്നെ ഇതും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് അതുപോലെ തന്നെ ലോങ് ആയിട്ടുള്ളൊരു ഇയറിംഗ് ആണ്. ഇത് സംഭവം ഗോൾഡ് ബേസ് വന്നിട്ട് സ്റ്റോൺസ് ആണ്, ഫുള്ള് വൈറ്റ് സ്റ്റോൺസ് ആണ്. ഇവിടെയും വരുന്നുണ്ട്. ഇവിടെ ഷുഗർ ബീറ്റ്സ് ആണെന്നോ, അല്ലല്ല സ്റ്റോൺസ് ആണ്. സ്റ്റോൺസ് വന്നിട്ട് താഴെ അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺ ആണ് വരുന്നത്. പിന്നെ ഇതിന് ഞാൻ പറഞ്ഞ താക്കോൽ കൂട്ടം എന്നാണ്. ഈ കമ്മൽ നോക്കിക്കോട്ടോ, ഒരു താക്കോൽ കൂട്ടം പോലെ ഇരിക്കും കാണാൻ. ഞാൻ ഇട്ട പേരാട്ടോ. നോക്ക്, ഇല്ലേ, താക്കോൽ കൂട്ടം പോലെ ഇല്ലേ കാണാൻ. കണ്ടോ? ഇതും എനിക്കിഷ്ടമാണ് കമ്മല. ഇത് കാണുമ്പോൾ സിമ്പിൾ ആണെങ്കിലും നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേനൊരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു ചെയിനാണ്, നെക്ക് പീസാണത്. റോസ് ഗോൾഡ് ആണ് ഇതിൻ്റെ ബേസ്. സോ ഇത് ഒരു മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കുർത്തിയുടെ ഒപ്പമൊക്കെ പോകും. ഇത് റോസ് ഗോൾഡ് ആണ്.
ഇതിൽ പേളും വൈറ്റ് സ്റ്റോൺസും യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഞാൻ താക്കോൽക്കൂട്ടം എന്ന് പറഞ്ഞ പോലെ ഇത് ജിമിക്കി കൂട്ടം. കുറേ ജിമിക്കീസ് ഉണ്ടാവും താഴെ, കണ്ടോ? സോ ഈ ഇയറിംഗ് ആണ് ഞാൻ ഇതിലിട്ടിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മളിപ്പോൾ ഒരു ഗോൾഡൻ കളർ കുർത്തി, അതുപോലെ തന്നെ എന്തെങ്കിലും ട്രഡീഷണൽ വെയർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കുർത്തി ആണെങ്കിലോ ടോപ്സോ അങ്ങനെ എന്താ വെച്ചാ ചുരിദാറോ ഒക്കെ അതിൻ്റെ കൂട്ടത്തിലൊക്കെ പോകുന്നത്. പിന്നെ ഇതും ഇങ്ങനെ താഴെ ഇങ്ങനെ ഒരു തൂവലൊക്കെ വന്നിട്ട്, ഇത് ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഇത് മൾട്ടി കളറാണ്. ഒരു ബ്ലൂ, റെഡ്, മെറൂണ്, പിങ്ക് എല്ലാ കളറും ഉണ്ട് ഇതിൽ. ഇത് ബീഡ്സ് ഉണ്ട്, ഫെദർ ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ചെയിൻസ് ഉണ്ട്, സ്റ്റോൺസ് ഉണ്ട്, അങ്ങനെ എല്ലാം കൂടെ കൂടിയ ഒരു കമ്മലാണിത്. കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു കൗതുകം തോന്നി, ഒരു ഗോവൻ ലുക്കൊക്കെ അല്ലമ്മ, എന്തോ ഒരു കൗതുകം തോന്നിയിട്ട് ഞാൻ എടുത്തതാണ്. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, ഇതിന് പറ്റിയൊരു ഡ്രസ്സ് കിട്ടിയിട്ടില്ല ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു നോർമൽ എന്തെങ്കിലും ഒരു ബ്ലാക്ക് കുർത്തി, അതല്ലെങ്കിൽ ബ്ലാക്ക് കളർ മോഡേൺ ടോപ്സിന്റെ ഒക്കെ ഒപ്പം പോകും കേട്ടോ. സോ അതാണ് എൻ്റെ കമ്മലിന്റെ, അതായത് മിസ്സസ് ഹിറ്റ്ലറിലെ ജ്യോതി യൂസ് ചെയ്യുന്ന കുറേ വലിയ വലിയ ഇയറിങ്സിന്റെ സെക്ഷൻ ആണത്. പിന്നെ അടുത്തത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതൊരു സെറ്റാണേ. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഹെയർ പീസും ഇതും ഒറ്റടിക്ക് വരുന്നതാ. ഇത് കമ്മലും ഹെയർ പീസാണ്, അതേപോലെ തന്നെ കമ്മലുമാണ്. ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഹെയറിൻ്റെ ഇവിടെ എന്തെങ്കിലും വെക്കും, അതുപോലെ തന്നെ ചുറ്റിയിട്ട് ഈ സൈഡിലും വരും, ഈ സൈഡിലും കമ്മൽ വരും. അങ്ങനത്തെയാണേ. ഇത് ഹെയറിൽ ബാക്ക് സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് കമ്മൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വരും. സോ ഇതൊരു മൾട്ടി കളറായിട്ടാണ് വരുന്നത്. ഇത് മൾട്ടി കളർ എന്ന് പറയാൻ പറ്റില്ല, ഇത് പിങ്കും ഗ്രീനും കോമ്പിനേഷൻ ആയിട്ടുള്ള, പിന്നെ വൈറ്റ് ബീഡ്സും വരും ഇങ്ങനെ സൈഡിൽ വരും. പിന്നെ അതിൻ്റെ തന്നെ നെറ്റിച്ചുട്ടി വരുന്നുണ്ടേ. അതിൻ്റെ തന്നെ നെറ്റിച്ചുട്ടിയാണത്. അതുപോലെ തന്നെ താഴെ ഗ്രീൻ ബീഡ്സ് വന്നിട്ട്, പിന്നെ അതുപോലെ തന്നെ ഗ്രീനും പിങ്കും ബീഡ്സ്, അതുപോലെ തന്നെ പിങ്ക് ഗ്രീൻ സ്റ്റോൺസ്, ടെമ്പിൾ സ്റ്റോൺസ് പോലെ വന്നിട്ട്. പിന്നെ ഇതൊരു ജിമിക്കിയാണ്. ഇത് കാണുമ്പോൾ വലുതായിട്ട് തോന്നുമെങ്കിലും ഭയങ്കര വെയ്റ്റ്ലെസ് ആണ്. ഞാനിത് ഡാൻസിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഈ ജിമിക്കി ഭയങ്കര വലിയ ജിമിക്കി കേട്ടോ. ഇതിനിട്ട് കഴിയുമ്പോൾ കാണുക നല്ല വലിയ ജിമിക്കിയാണ്. പിന്നെ ഡാൻസിൻ്റെ ഒക്കെ യൂസ് ചെയ്യും. ഇങ്ങനെ പിന്നെ അടുത്തത് ഇതൊരു സെറ്റാണ്. ഇത് മാലയും കമ്മലും സെറ്റ് വരുന്നതാണ്. ഇതാണ് മാല. ഇതിലൊരു വൈറ്റ് സ്റ്റോൺസ് ആണ് വരുന്നത് ഫുൾ. പിന്നെ അതുപോലെ തന്നെ ഗോൾഡും സിൽവറും വരുന്നുണ്ട് ബേസ്. പിന്നെ റെഡ് വലിയ വലിയ സ്റ്റോൺസ് 2 വരുന്നുണ്ട്. ഇതിന്റെ കമ്മലും അതുപോലെ തന്നെയാണ്. എല്ലാം ഇങ്ങനെ കുട്ടി ഇതിലാക്കി വെച്ചിരിക്കുക കേട്ടോ. കാരണം നമ്മൾ പെട്ടെന്ന് ചീത്താവില്ല, അല്ലെങ്കിൽ അതിന്റെ കളറൊക്കെ പെട്ടെന്ന് പോവും. അതിൻ്റെ പോലെ തന്നെയാണ് കമ്മലും. അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺസ് വന്നിട്ട് ഇങ്ങനെ റെഡ് സ്റ്റോൺസും വരുന്നുണ്ട്. ഗോൾഡും സിൽവറും ബേസിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ ഗോൾഡ് ഉണ്ട്, ഇവിടെയൊക്കെ സിൽവർ ബേസ് ആണ് വരുന്നത്. സോ
പിന്നെ അടുത്തത് വലിയ ഒരു മാലയാണ്. ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് കുറേ നാളായി, കുറേ വർഷങ്ങളായി. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അത് ഇത്രയും വലുതൊക്കെ ഇടാനായിട്ട് എന്തോ ഒരു ചമ്മല് പോലെ. ഇതാണ് ആ മാല. ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചു. പക്ഷെ ഇത്രയും വലുതൊന്നും ഞാൻ ഇടാറില്ലാത്തത് കൊണ്ട് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. അത് ഫുൾ വലിയ വലിയ വൈറ്റ് സ്റ്റോൺസും വലിയ വലിയ ഇമാതിരി തക്ക 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 ആടവാ അതുപോലെ ഇരിക്കും. അതിൻ്റെ തന്നെ കമ്മലുണ്ട്. കമ്മൽ അത്ര വലിയ ബഹളമൊന്നുമില്ല. കമ്മൽ ഒരു സ്റ്റഡ് പോലെ വരുന്നുള്ളൂ. സ്റ്റഡ്. പിന്നെ ഒരു പേളിൻ്റെ ഒരു സിൽവർ ബേസ് വരുന്ന ഒരു മാലയുണ്ട്. ഇതെനിക്കിഷ്ടാട്ടോ. കൊച്ച. ഇതും സിൽവർ സ്റ്റോൺസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സിൽവർ ബേസ് ആണ്. പിന്നെ പേൾസും വരുന്നുണ്ട്, കുട്ടി കുട്ടി പേൾസ്. അടുത്തത് കുറച്ച് ഗോൾഡൻ ഓർണമെന്റ്, ഗോൾഡൻ വളകളാണ്. ഇതിലിപ്പം വൈറ്റ് സ്റ്റോൺസ് ഉള്ളതുണ്ട്, അതല്ലാതെ ഇപ്പം മൾട്ടി കളർ സ്റ്റോൺസ് ഉള്ളതുണ്ട്, പേൾ വെച്ചിട്ടുള്ളതുണ്ട്. അതിലെനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോ ഒരു 2 ബോക്സ് അതുപോലെ ഉണ്ട്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഇതാണ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. ഇങ്ങനെ ഇടാൻ പറ്റുന്നതാണ്. കാപ്പ് പോലെ ഇടാൻ പറ്റുന്നതാണ്. ഇത് 2 മയില് വരുന്നതാണ്. പിന്നെ സൈഡിൽ അതുപോലെ തന്നെ ഗ്രീനും പിങ്കും സ്റ്റോൺ ഉണ്ട്. സോ ഇതെനിക്കിഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ട്രഡീഷണൽ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഇതൊരു നമ്മുടെ ആനവാൽ ആ ഒരു സംഭവത്തിൻ്റെയൊക്കെ ഒരു ഡ്യൂപ്ലിക്കേറ്റാണ്. നമ്മൾ ഇതിൻ്റെ കൂടെ ആനവാൽ മോതിരം അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇതും പിന്നെ അതിൻ്റെ തന്നെ ഗ്രീൻ. പിന്നെ ഇതൊരു മൾട്ടി കളർ സ്റ്റോണിൻ്റെ വളയാണേ. ഒരു മെറൂൺ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഒരു ഡയമണ്ട് പോലെ അങ്ങനെ വന്നിട്ടുണ്ട് ഡിസൈൻ. പിന്നെ പേളിൻ്റെ ഒരെണ്ണം ഉണ്ട്. പേൾ ഫുൾ പേൾസ് ആണ്. സോ ഈ സെക്ഷനിൽ ഒരു സെറ്റ് ഉണ്ട്. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെറ്റാണ്. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൈ ഉടൻ തന്നെ വരുന്നത് ഈ സെറ്റിലായിരിക്കും. സോ ഇതാണ് ആ സെറ്റ്. ഇതാണ്. ഇത് മിസ്സസ് ഹിറ്റ്ലറിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോട്ടിൽ ഞാനിത് ഇട്ടിട്ടുണ്ട്. അത് ഏതാണെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ പറയുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. ഓക്കെ, പറയുന്നവർക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഏതാണ് ഈ സെറ്റ് എന്നുള്ളത്. സോ ആ ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടുന്ന ആ ഒരാൾക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാൻ അയക്കാം. ഓക്കെ, ഈ സെറ്റ് ഞാൻ വേണമെങ്കിൽ ഇട്ട് കാണിച്ചു തരാം. ഈ സെറ്റ്. ഇനി അടുത്തത് ഇതൊരു ഗോൾഡൻ സ്റ്റോൺസ് ഉള്ള ഒരു ഗോൾഡൻ ബേസ് ഉള്ള ഒരു വളയാണ്. ഒരു 4 വളയുള്ളൂ. ഇത് ആക്ച്വലി നമ്മൾ ഉള്ളിൽ കുറച്ച് കുപ്പിവള ഇട്ടിട്ട് അപ്പുറം ഇപ്പുറം കുപ്പിവളയോ ഇഷ്ടമുള്ള എന്തെങ്കിലും കളർ വളകൾ ഇട്ടിട്ട് അപ്പുറം ഇപ്പുറവും ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. മുകളിലിങ്ങനെ ടൊക്ക് ശബ്ദം വരുന്നുണ്ടല്ലോ ഇടയ്ക്ക്. എന്ത് ചെയ്യാനാ, ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. പിന്നെ ഇത് ഭയങ്കര ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വളയാണ്. ഞാൻ വീട്ടിൽ നിൽക്കുന്ന സീൻസ് അങ്ങനെയൊക്കെ ഉണ്ടപ്പോൾ ഞാൻ ഈ വളയാട്ട് വിടാറ്. ഇതിലാണെങ്കിൽ പിങ്ക് കളർ സ്റ്റോൺ ഉണ്ട്, വൈറ്റ് സ്റ്റോൺ ഉണ്ട്, ഗ്രീൻ സ്റ്റോൺ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ബേസ് ആണ്. സിമ്പിൾ ആണെങ്കിലും നമുക്കൊരു ഒരു പ്രത്യേകതയുള്ള ഒരു വളയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇതൊരു ഗോൾഡൻ ഷെയ്ഡുള്ള വളയാണ്. ഈ വളയാണ് ഞാൻ ഈ ഡ്രസ്സിൻ്റെ കൂടെ ഇട്ടിരിക്കുന്നത്. ആൻറ്റിക് ആയിട്ടുള്ള നമ്മൾ ഇയറിങ്സ് ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റുന്നത്, മോഡോണിൻ്റെ കൂടെയും കുർത്തിയുടെ കൂടെയും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളയാണ്. പിന്നെ ഇത് ജിമിക്കി വള.
ഇതും എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ഇഷ്ടം. ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ പിന്നൽ പോലെ ഇവിടെ വരുന്നിരിക്കുന്നത്. ഇങ്ങനെ പിന്നൽ പോലെ വന്നിട്ട് താഴെ ജിമിക്കി, അതിൻ്റെ താഴെ ഫുൾ പേൾസ്. അങ്ങനെ ഇവിടെയും പേളുണ്ട്. ഇത് ആണിയിൽ ഇങ്ങനെ ആണിയാണ് കേട്ടോ. അത് വേണമെങ്കിൽ നമുക്ക് ഊരാൻ പറ്റുന്ന ടൈപ്പാണ്. പിന്നെ ഇതൊരു പേളിൻ്റെ ഒരു വലിയ 2 ബാങ്കിളാണ്. ഇത് 2 മാത്രം ഇട്ടാൽ മതി, കൈ നിറഞ്ഞു കിടക്കും. അങ്ങനത്തെ ടൈപ്പ്. പിന്നെ ഇതൊരു മീനിൻ്റെ വള. മീനത് 2 മീൻ. ഇതിങ്ങനെ കാപ്പ് പോലെ ഇടാം. പിന്നെ ഇത് ഒരു മോഡേൺ കൂടെ അതുപോലെ തന്നെ കുർത്തിയിലൊക്കെ കൂടെ പോകുന്ന ഒരു ടൈപ്പ് വളയാണ്. ഇങ്ങനെ ഇതൊരു ആൻറ്റിക് പോലെ തോന്നും കണ്ട. സോ അതാണ് എൻ്റെ ഗോൾഡൻ ബാംഗിൾ സെക്ഷൻ. ഇനി അടുത്തതെന്ന് പറയുന്നത് കുറച്ച് റാൻഡം ആയിട്ട് ഞാൻ ജ്വല്ലറി ഇട്ട് വെച്ചിരിക്കുന്ന ഒരു ബോക്സാണ്. ഇതാണത്. കുറച്ച് റാൻഡം ആയിട്ടുള്ള ഞാൻ കണ്ടിന്യൂറ്റി ഓർണമെന്റ്സ് അതുപോലെ വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സീനിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സീനിന്റെ ബാലൻസ് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ അത് ഞാനിങ്ങനെ ഈ പേഴ്സിനകത്ത് ഇട്ട് വെക്കും. പേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ബോക്സോ എന്ത് വേണമെങ്കിലും പറയാം. ഇതൊരു നേവി ബ്ലൂ കളറിൽ വരുന്ന, അതായത് ബീഡ്സും ഇതൊക്കെ വരുന്ന ഒരു ത്രെഡ് വർക്ക് ഒക്കെ വരുന്ന ഒരു കമ്മലാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മലാണ്. ഇതുപോലെ തന്നെ ചെയിനുണ്ട് സൈഡിലിങ്ങനെ കുറേ തോരണം പോലെ കിടക്കും ഉണ്ടോ. ഇതും അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളർ ഡ്രസ്സിൻ്റെ ഒക്കെ ഒപ്പം ഇത് നന്നായിട്ട് പോകും. ചുരിദാറിൻ്റെ ഒക്കെ ഒപ്പം. ഇതിൻ്റെ താഴെതാ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടതാ മണിയുണ്ട്. അതുപോലെ തന്നെ സ്റ്റോൺസ്, ഗ്രീൻ കളർ സ്റ്റോൺസ് വന്നിരിക്കുന്നത്. ഇത് ഒരു കൈൻഡ് ഓഫ് സ്റ്റോൺ പോലെയാണ്. എനിക്ക് സ്റ്റോൺ അല്ല, അതെന്തോ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ, പെയിന്റ് അല്ല. സോ ഈ ഇയറിംഗ് ആണ് ഞാൻ ഈ ഡ്രസ്സിൻ്റെ ഒപ്പം ഇട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതും ഒരു ബ്ലാക്ക് മെറ്റലിൻ്റെ ഇയറിംഗ് ആണ്. ഇതിന് ഉള്ളിലൊരു ജിമിക്കി പോലെ വന്നിട്ട് ഇങ്ങനെ ഫുൾ മണികളാണ്. സോ പിന്നെ ഇതും ഒരു ഗോൾഡൻ ചെയിൻസ് പോലെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു വൈറ്റ് സ്റ്റോൺ. ഇത് അതുപോലെ തന്നെ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ ഒപ്പം അതുപോലെ തന്നെ കുർത്തീസിൻ്റെ ഒക്കെ ഒപ്പം നന്നായിട്ട് പോകും. ഇതിൻ്റെ ഒപ്പം പോകും. ഇത് മയിലിൻ്റെ ആണ്, ഒരു മയിലിൻ്റെ ഡിസൈൻ ആണത്. ഇതൊരു മൾട്ടി കളറായിട്ട് വരുന്നതാണ്. ഇത് ഫുൾ പെയിന്റ് ആണ് കേട്ടോ. ഇതിൽ പിങ്ക്, ഗ്രീന്, അതുപോലെ തന്നെ ഒരു പേസ്റ്റൽ പിങ്ക്, പേസ്റ്റൽ ബ്ലൂ, താഴെ അങ്ങനെയൊക്കെ വരുന്ന ഒരു ഷെയ്ഡാണ്. ഇത് മൾട്ടി കളർ പ്രിന്റ് ഉള്ള കുർത്തീസിൻ്റെ ഒക്കെ ഒപ്പം നന്നായിട്ട് ചേരും. പിന്നെ ഇതെനിക്ക് പൊന്നമാൻറ്റി ഗിഫ്റ്റ് ചെയ്ത ഒരു ചെയിനാണ്. നെക്ക് പീസ് ആണത്. ഇങ്ങനെ വരും. നമ്മുടെ പൊന്നമാൻറ്റി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ അത്രയേ ഉള്ളൂ. എൻ്റെ കണ്ടിന്യൂറ്റി ഓർണമെൻറ്റ്സ് ഒക്കെ ഞാൻ വെച്ചിരിക്കുന്ന ബോക്സ് തീർന്നു. ഇനി അടുത്തത് ഇത് കുറച്ച് റാൻഡം ആയിട്ട് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്ന കുറച്ച് സെക്ഷനാണിത്. ഇത് കുറച്ച് ഇയറിങ്സും ഉണ്ട്, അതുപോലെ തന്നെ നെക്ക് പീസും ഉണ്ട്. ഇത് ചോക്കർ പോലെ വരുന്ന ഒന്നാണ്. ഇതാ ഇങ്ങനെ വരും. ഇങ്ങനെ. പിന്നെ പൊന്നമ്മേൻ്റെ കുറച്ച് കുട്ടി കുട്ടി ഇയറിങ്സ് ഒക്കെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തായിരുന്നേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഇതൊക്കെ. ഇതും ആൻറ്റി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതൊരു റോസ് ഗോൾഡ് ബേസിലാണ് വരുന്നത്. ഫുൾ വൈറ്റ് സ്റ്റോൺസും പിന്നെ ഒരു മെറൂൺ വലിയൊരു സ്റ്റോണും നടക്കുക. ഇതും അതുപോലെ ആൻറ്റി ഗിഫ്റ്റ് ചെയ്തതാ.
പിന്നെ ഈ ജിമ്മിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ഇത് സിൽവറും വരുന്നുണ്ട്, ഗോൾഡും വരുന്നുണ്ട്, രണ്ടും മിക്സ് ആയിട്ടുള്ള ഒരു ജിമിക്കിയാണിത്. പിന്നെ ഇതൊരു ബ്ലാക്ക് മെറ്റലിൻ്റെ തന്നെ മൾട്ടി കളറിൽ വരുന്ന ഒരു ജിമിക്കയാണ്. ഇത് മൾട്ടി കളർ പ്രിന്റ്, ഇപ്പോൾ ബ്ലാക്കിൽ ഫുൾ മൾട്ടി കളറിൽ വരുന്ന എന്തെങ്കിലും പ്രിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ഇത് നന്നായിട്ട് ചേരും. അതാ ഇതുപോലെ അതിൻ്റെ ഒരെണ്ണം ഞാൻ കാണിച്ചുള്ളൂ അല്ലേ, രണ്ടെണ്ണം കൂടെ സെറ്റ്. ഇനി അടുത്തത് ഒരു 2 നെക്ലസ് ആണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മൈലാഞ്ചി സീനിന് വേണ്ടിയിട്ട്, മൈലാഞ്ചി ഫംഗ്ഷൻ, ഇവിടുത്തെ മിസ്സസ് സിറ്ററിൻ്റെ മൈലാഞ്ചി ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട ഒരു നെക്ക് പീസാണിത്. ഇതതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ 2 ടൈപ്പ് ഡിസൈനർ ഒറ്റ നെക്ക് പീസിൽ വരുന്നുണ്ട്. അത് ഇവിടെ ഇങ്ങനെ പേൾസാണ് വരുന്നത്, ഇവിടെ ഇങ്ങനെ മണി പോലെ ഇങ്ങനെ കിടക്കും. സോ ഞാൻ ഇട്ട് കഴിയുമ്പോൾ തന്നെ എല്ലാവരും ചോദിച്ചായിരുന്നു, എന്താ മേഘ്ന മാല ചരിഞ്ഞു കിടക്കുന്നത്, കുറച്ച് നേരെ പിടിച്ചിടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല സാർ, ഇതിന്റെ ഡിസൈൻ അങ്ങനെയാണെന്ന് പറഞ്ഞായിരുന്നു. സോ ഇതിന്റെ അങ്ങനെ ഒരു ഡിസൈനാണത്, കണ്ടോ നെക്ക് പീസ്. പിന്നെ ഇതൊരു ചെറിയ സിമ്പിൾ ആയിട്ടൊരു ഹിപ്പ് ചെയിൻ ആണ്. ഇതും ഞാൻ ആ മൈലാഞ്ചി സീനിന്റെ ആ ഡ്രസ്സിന്റെ ഒപ്പം ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഈ ഹിപ്പ് ചെയിൻ. പിന്നെ അതുപോലെ ഇതൊരു കുറച്ച് ഹെവി ഹിപ്പ് ചെയിൻ ആണ്. ഇത് മൊത്തം വൈറ്റ് സ്റ്റോൺസ് വരുന്ന ഒരു ഗോൾഡൻ ബേസിലുള്ള ഒരു ഹിപ്പ് ചെയിൻ ആണിത്. പിന്നെ ഇതൊരു നെക്ക് പീസാണ്, ചോക്കറാണ് കേട്ടോ. ഇത് ആന്റിക്കാണ്. അതുപോലെ തന്നെ ടെമ്പിൾ സ്റ്റോൺസ് വന്നിട്ടുണ്ട് ഇടയ്ക്ക്, ഒരു ഗ്രീനും പിങ്കും. പിന്നെ അതിന് പറ്റിയ ഒരു ഇയറിങ്, ഇത് മൊത്തം ഒരു വൈറ്റ് സ്റ്റോൺസ് ആണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലാക്ക് ആയിട്ട് ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് ആയിട്ട് ഫുൾ വൈറ്റ് സ്റ്റോൺസും പിന്നെ താഴെ ഒരു വൈറ്റ് പേളും ഉണ്ട്. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു മോഡൽ, ആ കമ്മലിൻ്റെ തന്നെ വേറൊരു മോഡലുണ്ട്. അത്രയുള്ളൂ തോന്നുന്നു. എൻ്റെ ബ്ലാക്ക് മെറ്റലിൻ്റെ വളകൾ കാണിച്ചില്ല. ഇതാണ് എൻ്റെ ബ്ലാക്ക് മെറ്റലിൻ്റെ വളയുടെ സെക്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ചൊരു ഒരെണ്ണമൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന എന്തൊക്കെയോ വളകളോ ചെയിൻ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടാവും. അതാണ് ഈ ബോക്സ്. ഇതിൽ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ബ്ലാക്ക് മെറ്റലിൻ്റെ വളതാ ഇത് ഒരെണ്ണം ഉണ്ടാവും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ബ്ലാക്ക് മെറ്റലിൻ്റെ വള, നമ്മൾ ബ്ലാക്ക് മെറ്റലിൻ്റെ കമ്മലും മാലയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലിടുന്ന വളകളൊക്കെയാണ് ഇത്. ഇങ്ങനത്തെ ഒരെണ്ണം ഞാൻ പറഞ്ഞില്ലോ, ഒരെണ്ണമൊക്കെ ഇടാൻ പറ്റുന്ന വളയൊക്കെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടാവുന്ന, ഒരെണ്ണമായിട്ട് ഇടാൻ പറ്റുന്ന. പിന്നെ ഒരു സിൽവറിൻ്റെ താഴെ ഒരു ജിമിക്ക് വരുന്ന ഇതിൻ്റെ തന്നെ ഒരു ഗോൾഡ് ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇത് അതിനകത്താണോ വെച്ചിരുന്നത്? ഇതാ താഴെ ജിമിക്കുള്ള ഒരു ഗോൾഡൻ കളർ, അതിൻ്റെ തന്നെ സിൽവർ ആണിത്. പിന്നെ ഇതൊരു മൾട്ടി കളർ ഒരെണ്ണമായിട്ട് ഇടാൻ പറ്റുന്ന ഒരു വളയെന്ന് പറയണോ ചെയിൻ എന്ന് പറയണോ എങ്ങനെന്ന് പറയണമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഒപ്പം സ്യൂട്ട് ആവുന്നുണ്ടല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇതും അങ്ങനെ ഒരു ബ്രേസ്ലെറ്റ്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു ചെയിൻ, പിന്നെ അത് അതുപോലെ ഒരെണ്ണമായിട്ട് ഇടാൻ പറ്റുന്ന ഒരെണ്ണം.
ആ ഏകദേശം അതൊക്കെ തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പം ഏത് റോസോ? ഇത് ഒരെണ്ണം ഇടാൻ പറ്റുന്ന എന്തെങ്കിലും സിമ്പിളായിട്ട് ഗൗണൊക്കെ ഇടുമ്പോഴത്തേനും ഞാൻ ഇടുന്ന ഒരു വളയാണിത്. ഇത് ഫുൾ വൈറ്റ് സ്റ്റോൺസ് ആണ്, അതുപോലെ തന്നെ ഗോൾഡൻ ബേസ് ഉള്ള ഇതാണ്. ഇത് ആക്ച്വലി ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ അതായത് ഒരു റോസ് ഗോൾഡിന്റെ ഒരെണ്ണമായിട്ട് ഇടാൻ പറ്റിയത്. അപ്പൊ അത്രയാണ് എൻ്റെ ഓർണമെന്റ്സ് കളക്ഷൻസ്. അപ്പോൾ ഇത്രയും അതായത് മിസ്സസ് ഹിറ്റ്ലറിൽ ജ്യോതി യൂസ് ചെയ്യുന്ന ഓർണമെന്റ് കളക്ഷൻസ് ആണ് ഇപ്പൊ കണ്ടത്. ഇതിൽ ഞാൻ കുറെ യൂസ് ചെയ്യുന്നതുണ്ട്, യൂസ് ചെയ്യാത്തതുണ്ട്. സോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറക്കണ്ട കേട്ടോ, ഞാൻ കാണിച്ചില്ലേ മറ്റേ ഒരു സെറ്റ്, അത് ഏത് സീനിൽ ഏത് ഷോട്ടിലാണ് ഞാൻ യൂസ് ചെയ്തതെന്ന് നിങ്ങൾ പറയണേ. അപ്പോൾ കറക്റ്റായിട്ട് പറയുന്ന ആൾക്ക് അതിൻ്റെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആ വ്യക്തിക്ക് എൻ്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ ഗിഫ്റ്റ് എന്ന് ഇപ്പം ഞാൻ പറയണോ? അല്ലെങ്കിൽ അത് സർപ്രൈസ് ആയിട്ട് ഇരുന്നോട്ടെ അല്ലേ? ഓക്കെ, അപ്പോൾ ടാറ്റാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.